ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പസഫിക് മേഖലയിലെ പ്രമുഖ രാജ്യമായ ന്യൂസിലൻഡുമായി ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പാണ്. ദീർഘകാലത്തെ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെയും വാണിജ്യ മന്ത്രിമാർ ഈ കരാറിൽ ഒപ്പുവെച്ചതോടെ തെക്കേ ഏഷ്യയും ഓഷ്യാനിലെ മേഖലയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കേവലം ചരക്ക് നീക്കത്തിലുപരിയായി സേവന മേഖല, നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒന്നാണ് ഈ കരാർ. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2010കളിൽ ആരംഭിച്ച പ്രാഥമിക ചർച്ചകൾ പല കാരണങ്ങളാൽ വഴിമുട്ടിപ്പോയിരുന്നു. ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2025 മാർച്ചിൽ ഈ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത്. സാധാരണഗതിയിൽ വർഷങ്ങളെടുക്കുന്ന സങ്കീർണമായ FTA നടപടിക്രമങ്ങൾ വെറും 9 മാസം കൊണ്ട് പൂർത്തിയാക്കിയെന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെടുന്നു. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന വലിയ വിപണിയെ ന്യൂസിലൻഡ് എത്രത്തോളം ഗൗരവകരമായി കാണുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കി $500 കോടി എത്തിക്കുക എന്നതാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ചരക്ക് വിനിമയത്തിൽ വലിയ അന്തരം ഉണ്ടെങ്കിലും കരാർ നിലവിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങൾക്കും തുല്യമായ അവസരങ്ങൾ ലഭിക്കും. കൂടാതെ അടുത്ത 15 വർഷത്തിനുള്ളിൽ $2000 കോടി നിക്ഷേപം ന്യൂസിലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാനും ഈ കരാർ വഴിയൊരുക്കുന്നു. ഇന്ത്യൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലൻഡ് വിപണി വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. ഏകദേശം 8284 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലൻഡ് വിപണിയിൽ 100% നികുതിരഹിത പ്രവേശനം ലഭിക്കും. നിലവിൽ ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്ന ചരക്കുകളിൽ 70% നികുതിയില്ലാതെ ന്യൂസിലൻഡിൽ വിൽക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് ആഗോളതലത്തിൽ വലിയ മത്സരക്ഷമത നൽകും. IT സേവനങ്ങളിലും പ്രൊഫഷണൽ കൺസൾട്ടൻസിയിലും ഇന്ത്യയുടെ കരുത്ത് ന്യൂസിലൻഡ് വിപണിയിൽ കൂടുതൽ പ്രതിഫലിക്കും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ വിശേഷിപ്പിച്ചതുപോലെ ഇതൊരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കരാറാണ്. ന്യൂസിലൻഡിൽ നിന്നുള്ള പ്രധാന കയറ്റുമതി ഇനങ്ങളായ കമ്പിളി മരം, കൽക്കരി, വീഞ്ഞ്, പഴങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ ഗണ്യമായി കുറയ്ക്കും. ഇത് ഇന്ത്യൻ വിപണിയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനും സഹായിക്കും. ന്യൂസിലൻഡിലെ കർഷകർക്കും കയറ്റുമതിക്കാർക്കും ലോകത്തെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നിലേക്ക് സുഗമമായ പാത ഒരുങ്ങുന്നു. സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക ഉയരുന്നത് പ്രാദേശിക കർഷകരിൽ നിന്നാണ്. ഇന്ത്യ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് സമീപിച്ചത്. ന്യൂസിലൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപ്പന്ന കയറ്റുമതിക്കാരാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്നതിനായി പാൽ ഉൽപ്പന്നങ്ങളെ ഈ കരാറിലെ നികുതി ഇളവുകളിൽ നിന്നും ഒഴിവാക്കി. ഉള്ളി, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണകൾ എന്നിവയും സെൻസിറ്റീവ് പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കർഷകർക്ക് ആഗോള ഭീമന്മാരിൽ നിന്നുള്ള ഭീഷണിയില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കും. ഈ കരാറിന്റെ ഏറ്റവും വലിയ ആകർഷണം പ്രൊഫഷണലുകൾക്ക് നൽകുന്ന ഇളവുകളാണ്. വർഷം തോറും 5000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ന്യൂസിലൻഡ് വിസ അനുവദിക്കും. 1000 യുവാക്കൾക്ക് ഓരോ വർഷവും ഈ വിസ പ്രകാരം ന്യൂസിലൻഡിൽ പോകാനും ജോലി ചെയ്യാനും സാധിക്കും. ന്യൂസിലൻഡിൽ ഉപരിപഠനം നടത്തുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശേഷം അവിടെ ജോലി കണ്ടെത്താനുള്ള നടപടികളും എളുപ്പമാകും. വെറും ഒരു വ്യാപാര കരാർ എന്നതിലുപരി സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഈ കരാർ ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യയിലെ നിർമ്മാണ മേഖലയിലും ടെക്നോളജി സ്റ്റാർട്ടപ്പുകളിലും ന്യൂസിലൻഡിൽ നിന്നുള്ള മൂലധനം എത്തുന്നതോടെ തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിക്കും. ന്യൂസിലൻഡിന്റെ അത്യാധുനിക കൃഷി രീതികളും ശീതീകരണ സംഭരണ സംവിധാനങ്ങളും ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കരാറിലെ വ്യവസ്ഥകളും സഹായിക്കും. കരാർ ഒപ്പിട്ടെങ്കിലും അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ ചില നിയമപരമായ നടപടികൾ കൂടി ബാക്കിയുണ്ട്. ന്യൂസിലൻഡിലെ വിദേശകാര്യ പ്രതിരോധ വ്യാപാര സമിതി ഈ കരാർ വിശദമായി തന്നെ പരിശോധിക്കും. ന്യൂസിലൻഡിലെ പ്രധാന കക്ഷികളെല്ലാം കരാറിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പൊതുജനങ്ങളുമായും ഈ സമിതി സംവാദിക്കും. ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ഏകദേശം 6 മാസം എടുക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ വ്യവസായ രംഗത്തെ പ്രമുഖർ ഈ കരാറിനെ പോസിറ്റീവായാണ് കാണുന്നത്. സ്റ്റെർലിംഗ് അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടർ രവിൻ സലൂജയുടെ അഭിപ്രായത്തിൽ പാൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ ഇന്ത്യ പുലർത്തുന്ന ജാഗ്രത വളരെ വലുതാണ്. ന്യൂസിലൻഡിൽ നിന്നുള്ള മത്സരം ഇന്ത്യൻ കമ്പനികളെ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം കരുതുന്നു. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവ് നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ വെറും ഒരു സാമ്പത്തിക രേഖയല്ല, മറിച്ച് 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ അടയാളമാണ്. ചൈനയെ പോലെയുള്ള വലിയ വിപണികൾക്ക് പകരം ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി ന്യൂസിലൻഡ് തിരഞ്ഞെടുക്കുന്നു എന്നത് ഇന്ത്യയുടെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഇതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. വ്യാപാരത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതോടെ ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സഖ്യങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്നതിൽ സംശയമില്ല.